Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM 4 സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഓൾറെഡി നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന essay ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം MCOMന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് മന്ത് നെറ്റ് കോച്ചിങ്ങും ആരംഭിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുമ്പോൾ ആദ്യം പറയാനുള്ളത് ഈ ഒരു സബ്ജക്റ്റിൽ essay പാർട്ടിലോട്ട് പോകുമ്പോൾ 4 ക്വസ്റ്റ്യനിൽ 2 പ്രോബ്ലംസും 2 തിയറി ചോദ്യങ്ങളാണ് വരാറ്. അതിൽ പ്രോബ്ലംസ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത് 2 ചാപ്റ്റേഴ്സിൽ നിന്നാണ്. നമ്പർ 1 ലീസിങ്ങിൽ നിന്ന് ബൈ ഓർ ലീസ് ഏതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, അതാണ് എപ്പോഴും പ്രോബ്ലത്തിൽ ഒരെണ്ണം വരുന്നത്. രണ്ടാമത് നമുക്ക് മെർജറിൽ നിന്ന് EPS കാണാം, വാല്യൂ ഓഫ് ദി ഫേം കാണാം, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മറ്റൊരു പ്രോബ്ലം. ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്നുള്ള പ്രോബ്ലംസ് തന്നെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഹൈ സ്കോറിലോട്ട് പോകാൻ സാധിക്കുള്ളൂ. തിയറി അപ്പുറത്ത് ഓപ്ഷൻ ഉണ്ടായിരിക്കും. ബട്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ്, തിയറി എത്ര എഴുതിയാലും മാർക്ക് അങ്ങോട്ട് കിട്ടാനുള്ള സാധ്യത അവിടെ കുറച്ച് കുറവാണ്. ഇല്ല എന്നല്ല, ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രം തിയറി എഴുതിയാൽ മതി. തിയറി വരാറ് സാധാരണ ചാപ്റ്റർ നമ്പർ 2, അവിടെ ഒന്നുകിൽ ലിവറേജിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറി, അതല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ അവിടെ ഡിവിഡൻഡ് പോളിസി ഫാക്ടേഴ്സ്, ഡിവിഡൻഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറി ഉണ്ട്. ഇതിലേതെങ്കിലും ആണ് മിക്കതും തിയറി ആയിട്ട് വരാറ് ഒരെണ്ണം. പിന്നെ നമുക്ക് ലാസ്റ്റ് ചാപ്റ്റർ ടേക്ക് ഓവർ, അതിൽ നിന്നൊരു തിയറി. അങ്ങനെ ഈ 4 ചാപ്റ്ററിൽ നിന്ന് 2 പ്രോബ്ലംസ് 2 തിയറിയാണ് വരാറ്. ആദ്യം തന്നെ അത് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസിലോട്ട് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബൈ ഓർ ലീസ് ഏതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ള ചോദ്യം, അതാണ് ബെസ്റ്റ് ഓപ്ഷൻ. അതിൻ്റെ ഒരു പ്രോബ്ലമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആദ്യത്തെ. പിന്നെ ഞാൻ പറഞ്ഞു EPS കാണാൻ, നമ്മുടെ ചാപ്റ്റർ നമ്പർ 4 EPS കാണാം, മെർജറിൽ അതുപോലെ തന്നെ മാർക്കറ്റ് വാല്യൂ കാണാം. ഇതൊക്കെയല്ലേ ചോദിക്കാറ്, പ്രോബ്ലമാണ് ആ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, നിർബന്ധമായും ഈ 2 ചാപ്റ്റേഴ്സിലത്തെ പ്രോബ്ലംസ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി പിന്നെ തിയറി ഏരിയാസിലോട്ട് പോകുന്ന സമയത്ത് റിപ്പീറ്റ് ആയിട്ട് വരാറുള്ള തിയറി, അത് ലാസ്റ്റ് ചാപ്റ്റർ ടേക്ക് ഓവർ ചാപ്റ്ററിൽ നിന്ന് 2 ടോപ്പിക്സ് ആണ് മിക്ക പേപ്പറിലും വരാറ്. അത് ഒരെണ്ണം എന്ന് പറയുന്നത് കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്ങിനെ പറ്റിയിട്ടും പിന്നെ ലിവറേജ് ബൈ ഔട്ടിനെ പറ്റിയിട്ടുള്ളതാണ് നമുക്ക് തിയറി ആയിട്ട് വരാറ്. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ക്യാൻ ബി ഇൻഫേർഡ് by the term, വേറൊന്നുമില്ല, leveraged buyout. ലിവറേജ്ഡ് ബൈഔട്ടിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജസ് ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം, ഒരു തിയറിയാണ്. ഡിസ്കസ് the characteristics of this strategy അങ്ങനെയും ചോദിക്കാം. then അത് മാത്രമല്ല, ഞാൻ പറഞ്ഞു ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ്, അങ്ങനെ കോമൺ ആയിട്ട് ലാസ്റ്റ് ചാപ്റ്ററിലുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്, അതും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഞാൻ പറയണു, പക്ഷെ നിങ്ങൾ പ്രോബ്ലം തന്നെ ചെയ്യുക.
പ്രോബ്ലം ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമാണ്. അപ്പോൾ പ്രോബ്ലത്തിലോട്ട് തന്നെ ഫോക്കസ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. തിയറി വരുന്നതാണ് ഇത്. ഓക്കെ, ലിവറേജ് ബയോട്ട്. ഇനി നെക്സ്റ്റ് മറ്റൊരു തിയറി എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഡിസ്ട്രസ് എന്താണ്, റൈറ്റ്? നോട്ട് ഓൺ ഫിനാൻഷ്യൽ, ലാസ്റ്റ് ചാപ്റ്ററിലത്തെ തിയറിയാണ്. ഡിസ്ട്രസ് ഈസി ടോപ്പിക്കാണ് കേട്ടോ. ആൻഡ് മോഡ്സ് ഓഫ് റീസ്ട്രക്ചറിങ്, ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഇതിന് അക്കൗണ്ട്സിലൊക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഇതിൻ്റെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ അറിയുന്നതാണ്. മെർജറും അക്വിസിഷനും ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, വീണ്ടും വരുന്നത് മോഡ്സ് ഓഫ് റീസ്ട്രക്ചറിങ് എന്താണെന്നുള്ളത്. അപ്പോൾ തിയറിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ലാസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ഉള്ള തിയറി ടോപ്പിക് തന്നെയാണ്. തിയറി അതിൽ നിന്നാണ് ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദെൻ പിന്നെ നമ്മുടെ ലീസിങ്ങിൽ തന്നെ ഒരു തിയറി ഉള്ള ഒരു ടോപ്പിക് ഉണ്ട്. മെത്തേഡ്സ് ഓഫ് ഇവാലുവേറ്റിംഗ് ലീസ് അണ്ടർ ദ പെർസ്പെക്റ്റീവ് ഓഫ് ലെസ്സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ചാപ്റ്ററിൽ പ്രോബ്ലം പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെയുള്ള തിയറിയാണ്. ഓക്കെ, അപ്പോൾ പെർസ്പെക്റ്റീവ് ഓഫ് ലെസ്സിയുടെ പെർസ്പെക്റ്റീവിലുള്ള കാര്യം ഒന്ന് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് മറ്റൊരു തിയറി ചോദ്യം. ഇനി നെക്സ്റ്റ് ഞാൻ പറഞ്ഞു ഡിവിഡൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ട് ചാപ്റ്റർ നമ്പർ 2 തിയറി, ലിവറേജിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ നമ്പർ 2 തിയറി, അതും നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ്. സോ നെക്സ്റ്റ് വരുന്നത് ഫിനാൻഷ്യൽ ലിവറേജ് എന്താണ്, ആൻഡ് ഫിനാൻഷ്യൽ ഡിസിഷൻസ് അതിനെ റിലേറ്റ്, അല്ലെങ്കിൽ ലിവറേജ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിവറേജ് ചോദിക്കാം. ആൻഡ് ഫിനാൻഷ്യൽ ഡിസിഷൻസ്, ടൈപ്സ് ഓഫ് ലിവറേജ് നോക്കണം കേട്ടോ. ടൈപ്സ് ഓഫ് ലിവറേജ് മറ്റൊരു തിയറി ചോദ്യം. പിന്നെ നമ്മുടെ ഡിവിഡൻഡ് പോളിസിയാണ്. മറ്റൊരു തിയറി പോളിസി എന്താണ്. ദെൻ ഫാക്ടേഴ്സ് that influence the dividend policy of a company. ഡിവിഡൻഡിൽ നിന്നുള്ള തിയറി ടോപ്പിക്ക്. പിന്നെ ഡിവിഡൻഡിൽ തന്നെ നമുക്ക് പല ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടല്ലോ ഡിവിഡൻഡ് തിയറീസിൽ, അതും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എസ്പെഷ്യലി റെലവൻറ്റ് തിയറി ഉണ്ട്. അപ്പോൾ അതിൽ എസ്പെഷ്യലി നമ്മുടെ MM-ൻ്റെ അപ്രോച്ച് ഡിവിഡൻഡ് തിയറീസ് ഉണ്ട്. അതിൽ MM-നെ സെപ്പറേറ്റ് എടുത്തിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടതാണ്. പിന്നെ മറ്റൊരു തിയറി ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ. മെർജർ ഏരിയയിലുള്ള മറ്റൊരു ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം നമുക്ക് ഷുവറായിട്ട് ആദ്യത്തെ രണ്ടെണ്ണം ഞാൻ പറഞ്ഞത് ബൈ ഓർ ലീസിൻ്റെ ഒരു പ്രോബ്ലം, അതല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താണ് ചാപ്റ്റർ നമ്പർ 4 EPS അല്ലേ, മാർക്കറ്റ് വാല്യൂ കാണാം. പിന്നെ എന്തിനാ അതിൽ കാണാൻ വരാറ് നമ്മുടെ PE റേഷ്യോ അല്ലേ, ഇതൊക്കെയല്ലേ കാണാൻ വരാറ്, PE റേഷ്യോ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം. അപ്പോൾ ഈ ഫസ്റ്റ് 2 പ്രോബ്ലംസ് തന്നെ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ വേറെ ഒരൊറ്റ ഓപ്ഷനിലേക്കും നിങ്ങളുടെ അടുത്ത് പോകാൻ പറയില്ല. ആദ്യത്തെ ഈ 2 പ്രോബ്ലംസ് തന്നെ ഫോക്കസ് ചെയ്യുക, ഫുൾ മാർക്ക് അടിക്കുക. ദെൻ ഇതല്ലെങ്കിൽ പിന്നെയുള്ള 2 ഓപ്ഷൻ എന്ന് പറയുന്നത് തിയറി ചോദ്യങ്ങളാണ്. അത് ഈ പറയുന്ന ചാപ്റ്റർ നമ്പർ 5ഉം ചാപ്റ്റർ നമ്പർ 2 തിയറികളാണ്. ഒരെണ്ണം ഞാൻ പറഞ്ഞു ലിവറേജ് ബയോട്ട് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ ഫിനാൻഷ്യൽ ഡിസ്ട്രസ് എന്താണ്, മോഡ്സ് ഓഫ് റീസ്ട്രക്ചറിങ്. പിന്നെ ലെസ്സിയുടെ പെർസ്പെക്റ്റീവിലുള്ള കാര്യങ്ങൾ. പിന്നെ ഫിനാൻഷ്യൽ ലിവറേജ്, ടൈപ്സ് ഓഫ് ലിവറേജ്, പിന്നെ ഡിവിഡൻഡ് ഡിസിഷൻ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിവിഡൻഡ് ഡിസിഷൻ, ഡിവിഡൻഡ് തിയറീസ്,
പിന്നെ ടൈപ്സ് ഓഫ് മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മൊത്തത്തിൽ പ്രതീക്ഷിക്കേണ്ടത്. പ്രോബ്ലത്തിൽ ഞാൻ വരണത് പറഞ്ഞു. ഓക്കെ, തിയറിയിൽ വരുന്ന ബാക്കിയുള്ള ഏരിയാസാണ് പറഞ്ഞത്. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന essay ചോദ്യങ്ങളുടെ ഡിസ്കഷൻ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 വെയിറ്റേജിൻ്റെയും പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിൻ്റെയും ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.